So we have been discussing about pressure measuring instruments and we have to do problems related to those instruments. Okay, how we are measuring pressure. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് യൂട്യൂബ് മാനോമീറ്റർ അതിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ എന്താ നോക്കിയത് സിംഗിൾ കോളം മാനോമീറ്റർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഇൻക്ലൈൻഡ് സിംഗിൾ കോളം മാനോമീറ്ററും ഉണ്ട്. അപ്പോൾ അതിനകത്ത് സിംഗിൾ കോളം മാനോമീറ്ററിന് ഒരു പ്രോബ്ലം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ് ഒന്നുമില്ല, അതായത് പിന്നെ നോർമലി നമ്മുടെ മാനോമീറ്റർ യൂട്യൂബ് മാനോമീറ്ററിന് വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ റിസർവോയർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു പറഞ്ഞു. ഇതിൽ ഫിഗറിൽ കാണുന്ന പോലെ ഒരു റിസർവോയർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. ഇങ്ങനൊരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, എന്നിട്ട് ഫൈനൽ ആൻസർ കിട്ടും. വലിയ വ്യത്യാസമില്ല. ഇപ്പോൾ ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പൈപ്പിലെ തന്നെ 2 പോയിൻറ്റ്സിലെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് പൈപ്പിലെ 2 പോയിൻറ്റ്സ് അതിലെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററും ഉണ്ട്. അപ്പം യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താണെന്ന് നോക്കാം. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതായിരുന്നു. 2 ടൈപ്പ്. ഒന്ന് 2 പൈപ്പും, ഇതിപ്പം എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഒരു പൈപ്പിനകത്തുള്ള പോയിൻ്റാണ്, ബി എന്ന് പറഞ്ഞത് വേറൊരു പൈപ്പിനകത്തുള്ള പോയിൻ്റാണ്. അതിൻ്റെ ഇടയിലാണ് ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ മാനോമീറ്ററിൽ ആസ് യൂഷ്വൽ ഒരു മാനോമീറ്റർ ലിക്വിഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ പക്ഷേ 2 പൈപ്പും ഒരേ ലെവലിലാണ് ഉള്ളത്. 2 പൈപ്പ് ഒരേ ലെവലിൽ, പക്ഷേ ഇവിടെ ഒരു പൈപ്പിനേക്കാളും താഴ്ന്ന ലെവലിലാണ് ഈ പൈപ്പ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പിനും ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഈ 2 ലെഫ്റ്റ് ലിംബും, അതായത് ഈ മാനോമീറ്ററിൻ്റെ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബിലും പ്രഷർ ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ ഹൈറ്റ് ഡിഫറൻസ് ഈ HY ഇവിടെ HX എന്നൊക്കെ കൊടുത്ത് ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഫിഗർ കൺസിഡർ ചെയ്യുക. ഫിഗർ 2.18 ഫസ്റ്റ് ഫിഗറിനകത്ത് നമുക്ക് എന്താണ് പ്രഷർ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണ്. അതായത് ഇക്വേറ്റിംഗ് 2 പ്രഷർ, 2 സൈഡിലെ പ്രഷർ, അതായത് ഈ ഒരു ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നു. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? ഇവിടെ നമുക്ക് കാണാം പ്രഷർ എബോവ് XX ഇൻ ദ ലെഫ്റ്റ് ലിംബ്, അതായത് PA എന്ന് പറഞ്ഞൊരു പ്രഷറുണ്ട് ഇവിടെ. PA പ്ലസ് എന്താണ് വരുന്നത്? PA പ്ലസ് ρ1G, അതായത് ഈ പൈപ്പിലൂടെ ഒഴുകുന്ന അതേ ഫ്ലൂയിഡാണ് ഇവിടെയുള്ളത്, ഈ ലെഫ്റ്റ് ലിംബിലും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ρ1 ആണെങ്കിൽ ρ1 ഇൻറ്റു G ഇൻറ്റു ഹൈറ്റ്, അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ്, അതായത് A എന്നുള്ള ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പൈപ്പിലുള്ള പോയിന്റ്, ആ പോയിന്റ് തൊട്ട് ഈ XX എന്നുള്ള ഡാറ്റ ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് അത്രയും ഹൈറ്റിലാണ് ഈ പ്രഷർ ഉണ്ടാവുന്നത്. ρ1 ഇൻറ്റു G ഇൻറ്റു X പ്ലസ് H എന്നാണ് പറഞ്ഞത്. അതായത് H പ്ലസ് എക്സ്. H എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റാണ്, അവിടുന്ന് X ഹൈറ്റ് കൂടെ X പ്ലസ് H ആണെന്ത് ഈ ഒരു ലെഫ്റ്റ് ലിംബിനകത്ത് ഫ്ലൂയിഡ് ഉള്ളത്. ഓക്കെ, ആ ഫ്ലൂയിഡ് എന്തോ ആവാം, വാട്ടർ ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ആവാം. ഇവിടെ ഒരു ലിക്വിഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, വാട്ടർ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ X പ്ലസ് H ഹൈറ്റിൽ, അതാണ് ഇവിടെ കൊടുത്ത ലെഫ്റ്റ് ലിംബിലെ പ്രഷർ PA പ്ലസ് ρ1 G ഇൻറ്റു H പ്ലസ് എക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. PA എന്ന് പറയുന്നത് എയിലെ പ്രഷർ. അതുപോലെ തന്നെ റൈറ്റ് ലിംബിൽ എന്ത് വരും? റൈറ്റ് ലിംബിൽ PB എന്ന് പറഞ്ഞ പ്രഷർ ഉണ്ട്. അതേപോലെ തന്നെ ഈ Y ഡിസ്റ്റൻസിലുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും H ഡിസ്റ്റൻസിലുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയും വേറെയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രഷർ, അത്രയും പോർഷനിലെ പ്രഷർ 2 ആയിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഈ XX എന്ന് പറയുന്ന ഡാറ്റം ലൈനിന് മുകളിൽ ഒറ്റൊരു ഫ്ലൂയിഡ് മാത്രമാണ്. അപ്പോൾ ആ ഹൈറ്റ് മുഴുവൻ ഒറ്റൊരു പ്രഷറേ ഉണ്ടാവുള്ളൂ, ഒരു ടൈപ്പ് ഓഫ് പ്രഷർ മാത്രം. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ Y എന്ന് പറഞ്ഞ ഹൈറ്റിൽ ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡും H എന്ന് പറഞ്ഞ ഹൈറ്റിൽ ഈ മാനോമീറ്ററിലുള്ള മെർക്കുറിയാണ് ഉള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രഷർ ഡെൻസിറ്റി വ്യത്യാസമാണ്, അപ്പോൾ പ്രഷറും വ്യത്യാസം വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. PB പ്ലസ്, ഈ ക്വസ്റ്റ്യൻ നോക്കാം, റൈറ്റ് സൈഡിൽ PB പ്ലസ് ρG, അത് പറയുന്നത് മെർക്കുറിൻ്റെ ഡെൻസിറ്റിയാണ് ρG എന്ന് പറയുന്നത്. ρG
ഇൻറ്റു ജി ഇൻറ്റു എച്ച്. എച്ച് ഹൈറ്റിലാണ് മെർക്കുറി ഉള്ളത്. റോ ജി പറഞ്ഞാൽ മെർക്കുറിൻ്റെ ഡെൻസിറ്റി, റോ ജി ഇൻറ്റു ജി ഇൻറ്റു എച്ച് പ്ലസ് എന്താണ് റോ ടു, അതായത് ഇതിനകത്ത് ബി എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിനകത്തുള്ള ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ടു. ആദ്യം നമ്മൾ റോ വൺ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ റോ ടു ഇൻറ്റു ജി ഇൻറ്റു വൈ. വൈ എന്ന് പറഞ്ഞ ഹൈറ്റിലാണ് എന്തുള്ളത്, വൈ എന്ന് പറഞ്ഞ ഹൈറ്റിലാണ് നമ്മുടെ ഈ ലിക്വിഡ് ഉള്ളത്, ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ലിക്വിഡ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പ്രഷർ വേറെയാണ്. അപ്പോൾ ലെഫ്റ്റ് ലിംബിലെ പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും കിട്ടി. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പി എ മൈനസ് പി ബി എന്നുള്ളത് ആ ഇക്വേഷന് കിട്ടും. എന്താണ് പി എ മൈനസ് പി ബി കിട്ടാൻ ഈ രണ്ട് ലിംബിലെയും പ്രഷർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും വാട്ട് എവർ ഇറ്റ് ഈസ്. അത് നമുക്ക് പ്രശ്നമല്ല. ഏതൊരു പ്രോബ്ലം വന്നാലും ഇതുപോലെ ഹൈറ്റും ഡെൻസിറ്റിയും വെച്ചിട്ട് പ്രഷർ എഴുതാൻ പറ്റുമെങ്കിൽ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എഴുതിയാൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലെയും പൈപ്പിലെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഈ ഒരു ഇക്വേഷൻ ഒന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കേസിൽ ഈ രണ്ട് പൈപ്പും എ ബി പോയിൻ്റുള്ള രണ്ട് പൈപ്പും ഒരേ ലെവലിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന മാനോമീറ്റർ, അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പ്രഷർ ഡിഫറൻസ് പി എ മൈനസ് പി ബി കണ്ടുപിടിക്കണം. അപ്പോൾ ആ കേസിൽ നമ്മൾ ലെഫ്റ്റ് ലിംബ് ഈക്വൽ ടു റൈറ്റ് ലിംബ് എടുക്കുമ്പോഴെന്താ വരുന്നത് നമുക്ക് നോക്കാം. ഈ ഫിഗർ വെച്ച് നിങ്ങൾ ഈ ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഫിഗർ വെച്ചിട്ട് എങ്ങനെയാണ് ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബിലും പ്രഷർ ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇക്വേഷൻ നോക്കാതെ തന്നെ ലെഫ്റ്റ് ലിംബിലത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ ലൈനിന് മുകളിൽ ലെഫ്റ്റ് ലിംബിൽ ഉള്ള പ്രഷർ ഒന്ന് പി എ പ്ലസ് എന്താണ് ഈ ഇവിടെയുള്ള ഇത്രയും ട്യൂബിൽ ഇത്രയുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ വൺ ആണെങ്കിൽ റോ വൺ ഇൻറ്റു ജി ഇൻറ്റു ഇത്രയും ഹൈറ്റ്, അത്രയും ഹൈറ്റ് എന്താണ് എക്സ് പ്ലസ് എച്ച് തന്നെയാണ് അല്ലേ, എക്സ് പ്ലസ് എച്ച് തന്നെയാണ്. ബിക്കോസ് സെയിം ഹൈറ്റ് ആണ് ഈ റൈറ്റ് സൈഡിൽ, അതേ ഹൈറ്റ് തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും വരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് എച്ചിൽ റോ വൺ ഡെൻസിറ്റി ഇൻറ്റു ജി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് റൈറ്റ് സൈഡിൽ പി ബി പ്ലസ്, പക്ഷേ ഇവിടെ എക്സ് പ്ലസ് എച്ചിൽ ഒരുമിച്ച് നമുക്ക് പ്രഷർ എടുക്കാൻ പറ്റില്ല, കാരണം എക്സ് ഡിസ്റ്റൻസിൽ വേറെ ലിക്വിഡാണ്, എച്ച് ഡിസ്റ്റൻസിൽ മെർക്കുറിയാണ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് എഴുതണം. അതായത് ഇവിടെ എച്ച് എന്ന് പറയുന്നത് മെർക്കുറിൻ്റെ ഡെൻസിറ്റി നമ്മൾ റോ ജി എന്നാണ് എടുത്തത്, റോ ജി ഇൻറ്റു ജി ഇൻറ്റു റോ ജി പറഞ്ഞാൽ ജി സഫിക്സ് ആണ്, മെർക്കുറിൻ്റെ ഡെൻസിറ്റി റോ ജി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻറ്റു ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു എച്ച് ഹൈറ്റ് പ്ലസ് എന്താണ് ഇതിനകത്തെ ഡെൻസിറ്റി പറയുന്നത് റോ ടു ആണ്. ഈ ലിക്വിഡിൻ്റെ എക്സ് ഹൈറ്റുള്ള ലിക്വിഡ്, അതായത് ഈ പൈപ്പിനകത്തുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ടു ആണെങ്കിൽ റോ ടു ഇൻറ്റു ജി ഇൻറ്റു എക്സ്. അപ്പോൾ അത് രണ്ട് പ്രഷർ വേറെയാണ്. ഓർക്കുക ലെഫ്റ്റ് സൈഡിലും ഹൈറ്റ് എക്സ് പ്ലസ് എച്ച് ആണ്, പക്ഷേ അത്രയും ഹൈറ്റിൽ ഒറ്റൊരു ലിക്വിഡേ ഉള്ളൂ, സെയിം ലിക്വിഡാണ് ഈ എ എന്ന് പറഞ്ഞ പോയിൻ്റുള്ള ആ പൈപ്പിനകത്തുള്ള ലിക്വിഡ്. നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഡാറ്റ ലൈനിൻ്റെ മുകളിൽ മാത്രമാണ് എപ്പോഴും കൺസിഡർ ചെയ്യുക. പക്ഷേ റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് എച്ച് എന്നുള്ള ഈ ഹൈറ്റിൽ രണ്ട് ലിക്വിഡ് ഉണ്ട്. അപ്പോൾ എച്ച് ഹൈറ്റിലും എക്സ് ഹൈറ്റിലും വേറെ വേറെ പ്രഷറാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ഇവിടെ മെർക്കുറിയും ഇവിടെ എന്ത് വരും ലിക്വിഡും ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാം, ഇതിൽ കാണിച്ച പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ്. ഓക്കെ, ദെൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പി എ മൈനസ് പി ബി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നിങ്ങൾ പ്രഷർ ഡിഫറൻസ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിംബിലുള്ള പ്രഷർ റൈറ്റ് ലിംബിലുള്ള പ്രഷറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഫ്ലൂയിഡ് മാറുന്നുണ്ടോ, ഒരേ ഫ്ലൂയിഡുള്ള ഹൈറ്റിൽ നമുക്ക് ഒറ്റൊരു പ്രഷർ മാത്രമേ ഉണ്ടാവൂ. ഇവിടെ ഇപ്പോൾ എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞ ഹൈറ്റിൽ ഒറ്റൊരു ലിക്വിഡാണ്. പക്ഷേ റൈറ്റ് സൈഡിൽ വൈ എന്ന് പറഞ്ഞ പോർഷനും എച്ച് പറഞ്ഞ പോർഷനും ഒരുമിച്ച് എഴുതാൻ പറ്റില്ല, കാരണം വൈയിൽ വേറെ ലിക്വിഡാണുള്ളത്, എച്ച് ഹൈറ്റിൽ വേറെ ഫ്ലൂയിഡ് മെർക്കുറിയാണുള്ളത്. സോ അത് മാത്രം ഓർത്താൽ മതി, പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അതിനകത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ രണ്ട് പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഡിഫറൻസ്, അതായത് പി എ മൈനസ് പി ബി ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം.